ഡീഹൈഡ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചിരിക്കണം. ഒന്ന്, എന്താണ് ഐസോട്ടോണിക് ഡീഹൈഡ്രേഷൻ. 2, ഹൈപ്പോട്ടോണിക് ഡീഹൈഡ്രേഷൻ. 3, ഹൈപ്പർട്ടോണിക് ഡീഹൈഡ്രേഷൻ. ഇതിൽ ഐസോട്ടോണിക് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡും ഇലക്ട്രോലൈറ്റ്സും ഉണ്ട്. അതിൽ ബ്ലഡും ഇലക്ട്രോലൈറ്റ്സും ഒരുപോലെ പുറത്തേക്ക് പോയി ബ്ലഡിൻ്റെ അതേ ക്വാളിറ്റിയുള്ള ഫ്ലൂയിഡ് കൊടുക്കുന്നതിനാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഐസോട്ടോണിക് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഐസോട്ടോണിക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പം നമ്മൾ കൊടുക്കുന്നത് ഐസോട്ടോണിക് സൊല്യൂഷനാണ്. അതായത് ബ്ലഡിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ബ്ലഡിലുള്ള സാൾട്ട് അല്ലെങ്കിൽ സാൾട്ട് കണ്ടൻറ്റ് അല്ലെങ്കിൽ എലമെൻറ്റ്സ്, മിനറൽസ് എന്തോരമാണോ അതേ അളവിലുള്ള ഫ്ലൂയിഡ് നമ്മൾ കൊടുക്കുന്നതിനാണ് ഐസോട്ടോണിക് ഫ്ലൂയിഡാണ് നമ്മൾ കൊടുക്കുന്നത്. അതിലൊന്നാണ് NaCl. എന്താണോ ബോഡിയുടെ ഫ്ലൂയിഡ് കണ്ടൻറ്റ് അല്ല ബോഡിയുടെ മിനറൽസിൻ്റെ ലെവല്, അതേ ലെവലിൽ തന്നെ നമ്മൾ ഫ്ലൂയിഡ് കൊടുക്കുന്നതിനാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾട്ട് കണ്ടൻറ്റ് ബോഡിയിൽ കൂടുതലാണ്. അതായത് പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് ലോസ് ആയിരിക്കുന്നത് എന്താണ്? ഫ്ലൂയിഡാണ്. ഇലക്ട്രോലൈറ്റ്സ് അതിനനുസരിച്ച് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. ബോഡിയിൽ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനാണ്, ഹൈപ്പർട്ടോണിക് സ്റ്റേറ്റിലാണ് ബോഡി നിൽക്കുന്നത്. അപ്പം ഹൈപ്പർട്ടോണിക്കിൻ്റെ അവസ്ഥയിൽ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവ് കൂടുതലാണ്. അതായത് ബോഡിയിൽ മിനറൽസിൻ്റെ അളവ് കൂടുതലാണ് ബ്ലഡിൽ. കാരണം മിനറൽസിനേക്കാൾ കൂടുതലായ എമൗണ്ടിൽ ബോഡിയിൽ നിന്ന് ലോസ് ആയിരിക്കുന്നത് ഫ്ലൂയിഡാണ്. അതായത് 60% ഫ്ലൂയിഡ് ബോഡിയിൽ നിന്ന് ലോസ് ആയിട്ടുണ്ടെങ്കിൽ 40% ഇലക്ട്രോലൈറ്റ്സേ പോയിട്ടുള്ളൂ. അപ്പം ഇലക്ട്രോലൈറ്റ്സ് കൂടുതലാണ് ആയതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ഉള്ള ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഹൈപ്പോട്ടോണിക് ഫ്ലൂയിഡാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഹൈപ്പോട്ടോണിക് ഫ്ലൂയിഡ് കൊടുക്കുന്നത്? കാരണം ബോഡിയിൽ ഹൈപ്പോട്ടോണിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഡിയത്തിൻ്റെ അളവ് 0.45%-ലൊക്കെയുള്ള 5% ഡെസ്ട്രോസ് ഇങ്ങനെയുള്ള ഫ്ലൂയിഡുകളാണ് കൊടുക്കുന്നത്. ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവ് കൂടാതെ ഒപ്പം ബോഡിയിൽ ഫ്ലൂയിഡിൻ്റെ അളവ് കൂട്ടുന്ന, ബ്ലഡിൽ ഫ്ലൂയിഡിൻ്റെ അളവ് കൂട്ടുന്നതും ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവ് കൂട്ടാത്തതുമായ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനിയാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പോട്ടോണിക് ഡീഹൈഡ്രേഷൻ. ഹൈപ്പോട്ടോണിക് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ഹൈപ്പോട്ടോണിക് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ലോസ് ഉണ്ടായേക്കുന്നത് എന്താ? ഇലക്ട്രോലൈറ്റ്സ് ആണ് ലോസ് ഉണ്ടായേക്കുന്നത്, ഫ്ലൂയിഡ് അല്ല. ഫ്ലൂയിഡിൻ്റെ അളവ് ബോഡിയിലുണ്ട്, ഹൈപ്പോട്ടോണിക്കാണ്. അതായത് മിനറൽസിൻ്റെ അളവ് ബോഡിയിൽ കുറവാണ്, സോൾട്ട് കണ്ടൻറ്റ് ആയ കാര്യങ്ങൾ ബോഡിയിൽ കുറവാണ്. അതായത് 60%-ഓളം മിനറൽസ് ആണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 40% ഫ്ലൂയിഡ് ബോഡിയിൽ നിന്ന് പോയിട്ടുള്ളത്. അപ്പം കൂടുതൽ നഷ്ടപ്പെട്ടേക്കുന്നത് ഇലക്ട്രോലൈറ്റ്സ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടോണിക് അവസ്ഥയിലാണ്, സോൾട്ട് കണ്ടൻറ്റ് കുറവായ ബ്ലഡാണ് അവസ്ഥയാണ് പേഷ്യൻ്റ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്ത് കൊടുക്കും? ഹൈപ്പർട്ടോണിക് സൊല്യൂഷനാണ് കൊടുക്കേണ്ടത്. കാരണം സോൾട്ട് കണ്ടൻറ്റ് കൂടിയ അല്ലെങ്കിൽ മിനറൽസിൻ്റെ അളവ് കൂടിയ ബ്ലഡാണ് പേഷ്യൻറ്റിന് കൊടുക്കുന്നത്, അല്ലെ ഫ്ലൂയിഡാണ് കൊടുക്കുന്നത്. അത് എന്തൊക്കെയാണ്? 25% ഡെസ്ട്രോസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ.